സ്വർഗീയ മന്ന എന്ന ബൈബിൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്നാൽ അത്യാഗ്രഹം എന്നുള്ളതായ ഒരു കാര്യം ആർക്കും ഇല്ലെന്ന് പറയുവാൻ സാധ്യമല്ല. എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ അത്യാഗ്രഹം നമ്മളെ പലതരത്തിലും പലവിധമായ നാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2000 ആണ്ട് അതിൽ ഒളിമ്പിക്കിൽ മത്സരിച്ച മരിയ ജോൺസ് എന്ന മഹൽ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒളിമ്പിക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ മനസ്സിൽ മറ്റുള്ളവരെക്കാളിലും ഏറ്റവും കൂടുതൽ മെഡലുകൾ കരസ്ഥമാക്കണമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് അവരവിടെ കടന്നു വന്നത്. അവർക്ക് നാം നോക്കുമ്പോൾ അവരുടെ ആ മത്സരങ്ങളിൽ അവർക്ക് 3 സ്വർണ്ണ മെഡലുകളും 2 വെങ്കല മെഡലുകളും അവർക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഇത് എങ്ങനെ ലഭിച്ചു എന്ന് പലരും അവിടെ ചിന്തിക്കുകയുണ്ടായി. മത്സരിച്ചിരുന്ന എല്ലാ വ്യക്തികളെക്കാളിലും 5 മെഡലുകൾ കരസ്ഥമാക്കിയ ഒരു ആദ്യത്തെ വനിത എന്ന ഒരു പേര് പോലും അവർക്ക് ലഭിച്ചു. എന്നാൽ പലരും അവിടെ നാം നോക്കുമ്പോൾ പലരും പല വിധമായ വിമർശനങ്ങൾ ഈ മഹൽ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു. ഇവർ ഉത്തേജക മരുന്ന് എടുത്തു കാണും എന്നുള്ളൊരു സംശയം അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇവരുടെയായ ഈ സംശയം അല്ലെങ്കിൽ ഇപ്രകാരമായ ഈ വിമർശനങ്ങൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി 2001 ആണ്ട് അവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. അവരുടെ ആ വൈദ്യ പരിശോധനയിൽ നോക്കുമ്പോൾ ഉത്തേജക മരുന്ന് എടുത്തതായിട്ട് അവിടെ കാണുവാൻ ഇടയായി. അതിനെ തുടർന്ന് അവർക്ക് ലഭിച്ചതായ എല്ലാ മെഡലുകളും ഒളിമ്പിക് അസോസിയേഷൻ അത് തിരികെ നൽകുകയും തിരികെ വാങ്ങിക്കുകയും അതുപോലെ തന്നെ 6 മാസം അവർ ജയിലിൽ കിടക്കുവാൻ ഇടയാകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അത്യാഗ്രഹത്തിനാൽ നമ്മുടെ ജീവിതത്തിൽ അനേകവിധമായ നാശങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. ഇന്ന് അത്യാഗ്രഹത്താൽ ഈ ഭൂമിയിൽ അനേകവിധമായ പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യൻ പല രീതിയിലും അവൻ നേരിട്ട് വരികയാണ്. നമ്മളുടെ ഈ ജീവിതത്തിൽ ഈ സ്വഭാവം നമ്മൾ വളർത്തിയെടുത്താൽ നമുക്കും അനേകവിധമായ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഉണ്ടെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നാം തിരുവചനത്തിലൂടെ നാം നോക്കുമ്പോൾ 1 കൊരിന്ത്യർ 9 അധ്യായം 25 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു എന്നാണ് പറയുന്നത്. അംഗം പൊരുതുന്നവനൊക്കെയും അത് എന്താണ്? അതിലെല്ലാം അവന് ഒരു മിതത്വമുണ്ടായിരിക്കണം, വർജനമുണ്ടായിരിക്കണം. അവിടെ കൊടുത്തിരിക്കുന്നതായ നിയമങ്ങൾക്ക് അനുസൃതമായി അവൻ ഓരോ കാര്യങ്ങളും അവൻ ചെയ്യേണ്ടതുണ്ട്. നാം ഈ ലോകത്തിൽ പലവിധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഇതുപോലെ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമുക്ക് ഈ രാജ്യത്തിലുള്ളതായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ശരിയായ രീതിയിൽ നാം കാര്യങ്ങൾ ചെയ്തു എന്നൊരു അംഗീകാരം നമുക്ക് ലഭിക്കുകയുള്ളൂ. മരിയ ജോൺസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മഹൽ വ്യക്തി ഒളിമ്പിക്കിൻ്റെ ആ നിയമങ്ങളെ ലംഘിച്ചു. അതുപോലെ തന്നെ അതിന് ഒരു തെറ്റായ രീതിയിൽ ഉത്തേജക മരുന്നുകൾ എടുത്തതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു നാണക്കേട് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വചനം പറയുന്ന പ്രകാരം തന്നെ അംഗം പൊരുതുന്നവൻ എന്താണ്? അവൻ ആ പൊരുതേണ്ടതായ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ആ വർജനം അല്ലെങ്കിൽ മിതത്വം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിയമങ്ങൾക്ക് അനുസൃതമായി അവൻ്റെ ജീവിതത്തിൽ മുന്നേറണം എന്നാണ് വാക്യം പറയുന്നത്. യാക്കോബിൻ്റെ പുസ്തകം നാം നോക്കുമ്പോൾ യാക്കോബ് 1 അധ്യായം അതിൻ്റെ 12 വാക്യം നമ്മൾ നോക്കുമ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവനെ
സ്നേഹിക്കുന്നവർക്കും വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്ന് വചനം ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ എന്താണ്? അവൻ കൊള്ളാവുന്നവനാകിയാൽ എന്ന് തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൻ എന്താണ് ലഭിക്കുന്നത്? വാഗ്ദത്തം ചെയ്ത ജീവകിരീടം അവന് ലഭിക്കും എന്നാണ് ഇവിടെ വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ അത്യാഗ്രഹമെന്നായ ആ സ്വഭാവം വെച്ച് പുലർത്താതെ നമ്മളുടെയായ പരീക്ഷണങ്ങൾ നമ്മൾ അതിജീവിക്കുകയും നല്ലവൻ അല്ലെങ്കിൽ നല്ല വ്യക്തി എന്ന ഒരു പേര് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും അത് ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളത് പ്രാപിക്കുകയും അങ്ങനെ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നവന് ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് നൽകുന്നത് എന്തെന്ന് പറഞ്ഞാൽ ജീവകിരീടമാണ് എന്ന് യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ എന്തു ചെയ്യണം? ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നും ആരും പറയരുത്. അത്യാഗ്രഹത്താൽ നാം പല പ്രശ്നങ്ങളിൽ ചെന്ന് കുടുങ്ങിയ ശേഷം ഈ വിധമായ പ്രശ്നങ്ങളെല്ലാം ഞാൻ അഭിമുഖീകരിക്കുന്നത് ഇത് ദൈവത്താലാണ്, ദൈവം എന്നെ പരീക്ഷിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അയ്യോ ദൈവമേ, എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നതെന്ന് ചില അമ്മമാർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള രീതിയിലൊന്നും നമ്മൾ സംസാരിക്കുവാൻ പാടില്ല. വചനം എന്താണ് തുടർന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ദോഷങ്ങൾ കൊണ്ട് ദൈവം ആരെയും പരീക്ഷിക്കുന്നതുമില്ല, അവൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെ തുടർന്നുള്ളതായ വാക്യങ്ങളിൽ നാം താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ 14-ാമത്തെ വാക്യം പറയുന്നത്, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്വന്തം മോഹത്താൽ, നമ്മുടെ സ്വന്തം താല്പര്യത്താൽ, നമ്മുടെയായ ആഗ്രഹങ്ങളാൽ നാം വശീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരീക്ഷണങ്ങളിൽ ചെന്ന് കുടുങ്ങുന്നതായി, അകപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തിക്കൊണ്ട് നാം അത് നേടണം, ഞാൻ ഇത് നേടണം, അനേകവിധമായ രീതിയിൽ ഞാൻ സമ്പത്ത് കൂട്ടിച്ചേർത്ത് എത്രയും വേഗം ഒരു സമ്പന്നനായി തീരണമെന്ന് നാം പലപ്പോഴും ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ പലവിധമായ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ശേഷം നാം ദൈവത്തെ പഴിക്കുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ദൈവം ആരെയും പരീക്ഷിക്കുന്നുമില്ല. അവൻ ദോഷം അനുവദിച്ച് തന്നെ സ്നേഹിക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ തൻ്റെ മക്കളെ, താൻ സൃഷ്ടിച്ചതായ ഈ സൃഷ്ടിയെ അവൻ പരീക്ഷിക്കുന്നതുമില്ല എന്നാണ് വചനം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ തുടർന്ന് നാം നോക്കുമ്പോൾ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മോഹം എന്താണ്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്ന് അവിടെ തുടർന്ന് 15-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ എന്താണ്? മോഹം ഗർഭം ധരിക്കുന്നു. മോഹം നിൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുമ്പോൾ, അത് വർദ്ധിച്ചു വരുമ്പോൾ, അത് നീ വളർത്തിയെടുക്കുമ്പോൾ അത് വളരെയധികം ദോഷത്തിന് നിന്നെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയ സഹോദര സഹോദരി, ആയതിനാൽ നാം അനാവശ്യമായ ആഗ്രഹങ്ങൾ, ദുർചിന്തകൾ, സ്വന്തം മോഹങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകാതെ മരിയ ജോൺസിനെ പോലെ അധികമായ മെഡലുകൾ അവളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കണമെന്നും അത് നേടിയെടുക്കണമെന്നായ ആഗ്രഹം അവളെ ഒളിമ്പിക് മത്സരങ്ങളിൽ നിന്ന് തന്നെ അവിടെ നിന്ന് അകറ്റുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നാം നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പകരം നമുക്ക് നാശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിൽ നമുക്ക് സംശയമില്ല. നാം തുടർന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തുടർന്ന് നമ്മുടെ വചനത്തിൽ നാം കാണുന്നതായ വചനം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ നിശ്ചയമില്ലാത്തവനല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. 27-ാമത്തെ വാക്യം,
എന്താണ് പറയുന്നത്? മറ്റുള്ളവരോട് പ്രസംഗിച്ച് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം. ഞാൻ മറ്റുള്ളവനെ പോലെ വെറുതെയുള്ള ഒരു മായയായ രീതിയിൽ, അല്ലെങ്കിൽ അപ്രകാരം ഒന്നും നേടാത്ത രീതിയിലാണോ എൻ്റെ ആത്മീയ ജീവിതം ഞാൻ മുന്നോട്ട് പോകുന്നത്? വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിശ്ചയമില്ലാത്തവണ്ണമല്ല ഞാൻ എൻ്റെ ആത്മീയ ജീവിതം നയിക്കേണ്ടത്. ഞാൻ ഒരു നിശ്ചയമുള്ളവനായി എൻ്റെ കർത്താവായ ദൈവം വരുമ്പോൾ ഞാൻ ഇപ്രകാരമായ ദുർചിന്തകളൊന്നുമില്ലാതെ ഞാൻ ജീവിച്ച് ഞാൻ ഒരു നല്ലൊരു പൈതലായി, ഒരു ദൈവദാസനായി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ നിശ്ചയമുള്ളവനായി എൻ്റെ ദൈവം വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ എന്നെ ചേർക്കുമെന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി ഞാൻ ജീവിക്കും എന്നുള്ള ആ ഒരു നിശ്ചയത്തോടു കൂടി ആയിരിക്കണം. വെറുതെയുള്ളൊരു ഓട്ടമല്ല നാം ഓടേണ്ടത്, വെറുതെയുള്ള ഒരു യുദ്ധമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ വചനം പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവിധമായ മോഹങ്ങൾക്കും നമ്മളെന്താണ്, അതെല്ലാം നമ്മൾ അറിയപ്പെട്ടു പോകാതെ അതെല്ലാം അതിജീവിക്കുന്നവരായി നമ്മുടെ ശരീര ഇച്ഛകളെ നമ്മൾ അടക്കി വെച്ചുകൊണ്ട് നമ്മളെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നാം ദൈവത്തിന് പ്രിയമുള്ള ഒരു ദാസിയായി നമ്മൾ ജീവിക്കണമെന്നാണ് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യമാണ്. നമ്മൾ ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കേണ്ടതായ ഒരു വാക്യമാണ്. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും എന്ന് വചനം ഇവിടെ പറയുന്നു. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളമാണ് എൻ്റേതായ ആ നാമത്തെ നിങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾ നിന്ദിക്കുന്നത് എന്നിവിടെ വചനം പറയുന്നു. വ്യാജമായ കാര്യങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് തിരുവചനം ഇവിടെ പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇവിടെ 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിത അവസ്ഥയെക്കുറിച്ച്, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളെക്കുറിച്ചും നമ്മൾ നയിക്കുന്ന ജീവിതത്തിൻ്റെ അതിൻ്റെതായ ആ വ്യാപ്തിയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ഇവിടെ പറയുകയാണ്. പലപ്പോഴും പലരും നമ്മൾ വ്യാജമായ കാര്യങ്ങൾക്ക് പിന്നാലെയാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. കുറുക്ക് വഴികളിലൂടെ നമ്മൾ സമ്പത്ത് കൂട്ടിച്ചേർക്കുവാനായിട്ട്, വലിയൊരു ധനാഢ്യനായി തീരുവാനായിട്ട് പലവിധമായ മോഹങ്ങളും മനസ്സിൽ വളർത്തിയെടുത്തുകൊണ്ട് നമ്മൾ വ്യാജമായ കാര്യങ്ങൾക്ക് നമ്മൾ പിന്നാലെ അലയുന്നതായിട്ട് വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു അനുഭവം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വന്തം മോഹം അല്ലെങ്കിൽ മോഹത്തെ ഹൃദയത്തിൽ വളർത്തിയെടുത്ത് അതിന് അടിമപ്പെട്ടു പോയ ഒരു രാജാവിൻ്റെ ഒരു കഥ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ആഹാബിൻ്റെയും ഇസബലിൻ്റെയുമായ ആ ചരിത്രത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആഹാബിന് പെട്ടെന്നൊരു മോഹമുണ്ടായി. 4-ാമത്തെ വാക്യം നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരു മോഹമുണ്ടായി. നാബോത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവൻ്റെ മുന്തിരിത്തോട്ടം അവകാശപ്പെടുത്തണം എന്നുള്ളതായ ഒരു ആഗ്രഹമുണ്ടായി. വളരെ വ്യസനനായി അവൻ ആ അരമനയിൽ രാജധാനിയിൽ കടന്നു വന്ന് അവൻ കമിഴ്ന്നു കിടക്കുന്നത് കണ്ട് തൻ്റെ പ്രിയ ഭാര്യ അവനോട് വന്ന് ആ പ്രശ്നം അവിടെ അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്താണ് പറയുന്നത്? ഇസ്രായേലിയനായ നാബോത്ത് എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനനും നീരസവും പൂണ്ട് തൻ്റെ അരമനയിലേക്ക് ചെന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ച് കിടന്നു എന്നാണ് വചനം പറയുന്നത്. ഇപ്പോൾ ഈ അവസ്ഥയിൽ ഒരു രാജാവാണ് ആഹാബ്. അവൻ വളരെയധികം വ്യസനത്തോടുകൂടി തൻ്റെ ആ രാജ്യത്ത് വസിക്കുന്ന ഒരു വ്യക്തി താൻ ആവശ്യപ്പെട്ട കാര്യം തനിക്ക് തരുന്നില്ല എന്ന് അറിഞ്ഞതോടെ അവൻ വളരെയധികം വ്യസനനായി. അവന് മനോവിഷമമുണ്ടായി. അവൻ മുഖം തിരിച്ച് അവൻ കട്ടിലിൽ അവിടെ അരമനയിൽ അവൻ കിടന്നു എന്ന് ഇവിടെ കാണുവാനായിട്ട് കഴിയും. 5-ാമത്തെ വാക്യം നമ്മൾ നോക്കണം. അപ്പോൾ അവൻ്റെ ഭാര്യ ഇസബേൽ അവിടെ അവൻ്റെ അടുക്കൽ വന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിക്കുന്നത് എന്താണെന്ന് കാര്യം ഇവിടെ അന്വേഷിക്കുകയുണ്ടായി.
അപ്പോഴാണ് പറയുന്നത്, അവൻ അവളോട്, ഞാൻ ഇസ്രായേലിയനായ നാബോത്തിനോട് ഞാൻ ഇപ്രകാരം ഒരു മുന്തിരിത്തോട്ടമുള്ളത് ഞാൻ ആവശ്യപ്പെട്ടു, അവൻ എനിക്ക് തരാതെ അവൻ എനിക്ക് അത് തരില്ല എന്ന് നിഷേധിച്ചു എന്ന് അവിടെ വചനത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ, ഇസബേൽ, നീ എഴുന്നേറ്റ് നിൻ്റെ ഭക്ഷണം നീ കഴിക്കുക, നീ ആഗ്രഹിച്ച പ്രകാരം തന്നെ മുന്തിരിത്തോട്ടം നിനക്ക് ലഭിക്കുമെന്ന് അവിടെ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വളരെയധികം ഒരു തെറ്റായ ഒരു തന്ത്രം, ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇസബേൽ അവിടെ തൻ്റെ പ്രിയ ഭർത്താവിനോട് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുവാനായിട്ട് പറയുന്നത്. അതുപോലെ നാം നോക്കുമ്പോൾ തുടർന്ന് അവിടെ 7-ാമത്തെ വാക്യത്തിൽ അവൻ്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, നിൻ്റെ മനസ്സ് തെളിയട്ടെ, നീ ഇസ്രായേലിനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. അവൾ അതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവൾ ആഹാബിൻ്റെ പേർ വെച്ച എഴുതി അവൻ്റെ മുദ്ര കൊണ്ട് മുദ്ര പതിപ്പിച്ച് അവൾ ഇസ്രായേലിലായ മൂപ്പന്മാർക്കൊരു നിർദ്ദേശം കൊടുക്കുന്നു. എന്തു നിർദ്ദേശമാണ്? നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നാബോത്തിനെ അവിടെ കൊല്ലുവാനായിട്ടൊരു പദ്ധതി ഇട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ തന്നെ തുടർന്നുള്ളതായ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ മൂപ്പന്മാർ ചേർന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ച് അവിടെ അവനെതിരായിട്ട്, രാജാവിനെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടും ദൈവത്തിൻ്റെ നാമം, രാജാവിൻ്റെ നാമം ദുഷിച്ചിരിക്കുന്നു. ആരാണ്? നാബോത്ത് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കുറ്റം ചുമത്തി അവനെ കല്ലെറിഞ്ഞു കൊന്നു. ആ വാർത്ത ഇസബേലിനെ അറിയിക്കുകയും ആഹാബിൻ്റെ അരിയിൽ ഇസബേൽ ഈ സന്തോഷ വാർത്ത അറിയിച്ച് ആഹാബ് അത് അവകാശപ്പെടുത്തുവാനായിട്ട് അങ്ങനെ ദ്രുതഗതിയിൽ അവിടെ എത്താനായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥയിലാണ് അവിടെ നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവാചകനെ അവിടെ അയച്ച് അവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അവിടെ അറിയിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആഹാബിൻ്റെ കുടുംബത്തിനൊരു നാശം, ആഹാബിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു നാശം സംഭവിക്കാൻ പോവുകയാണ് എന്ന് ദൈവത്തിൻ്റെ പ്രവാചകൻ മുഖാന്തരം അവിടെ അറിയിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതിനാൽ നാം സ്വന്തം മോഹങ്ങളാൽ മോഹങ്ങൾ വളർത്തിയെടുത്ത് ജീവിതത്തിൽ അടിമപ്പെട്ടു പോകാതെ എപ്പോഴും ദൈവത്തിന് പ്രിയമുള്ള ഒരു ദാസിയായി ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഇസബേൽ അല്ലെങ്കിൽ നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിയ സ്ഥലത്ത് തന്നെ അവിടെ തന്നെ വെച്ച് ഇസബേലിൻ്റെയും അവരുടെ കുടുംബത്തിലുള്ള അവരുടെ അന്ത്യം അവിടെ ദൈവം കുറിച്ചിരിക്കുന്നു എന്ന് നാം കാണുവാനായിട്ട് കഴിയും. ഇസബേലിൻ്റെ മരണം അപ്രകാരമാണ് സംഭവിച്ചത് എന്ന് തിരുവെഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലോ. പ്രിയമുള്ളവരെ, ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദാസിയെ, പ്രിയ മാതാവേ, പിതാവേ, പ്രിയ അപ്പച്ച, അമ്മച്ചി, അത്യാഗ്രഹത്തെക്കുറിച്ച് അനേകവിധമായ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കുവാനായിട്ട് സാധിക്കും. അത്യാഗ്രഹം മൂലം എത്രയോ പേരുടെ ജീവിതങ്ങളിൽ തകർന്ന് തരിപ്പണമായ അവസ്ഥകളെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് സാധിക്കും. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്യാഗ്രഹം ഇല്ലാത്തവരായി നന്മ അന്വേഷിച്ചുകൊണ്ട് ദൈവം നമുക്ക് തന്നതായ അനുഗ്രഹങ്ങളിൽ അത് സംതൃപ്തരായി അത് നമ്മൾ അനുഭവിച്ചുകൊണ്ട് അത് നമ്മൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുത്തുകൊണ്ട് നാം ദൈവത്തിൻ്റെ ദാസിയായി ജീവിക്കേണ്ടത് അനിവാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിയായ മോഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർത്തിയെടുത്താൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? നാശം സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിയായ മോഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുത്താൽ അത് ഗർഭം ധരിച്ച്, മോഹങ്ങൾ ഗർഭം ധരിച്ച്, പാപം ഗർഭം ധരിച്ച് അത് മരണത്തിന് ഹേതുവാകുമെന്ന് തിരുവചനം പറയുന്നത് നാം വായിച്ചു കേട്ടുവല്ലോ. ആയതിനാൽ അത്യാഗ്രഹം എന്നുള്ളതായ ഈ ദുർസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ അപ്രകാരം ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുക.
ആ അത്യാഗ്രഹം നിൻ്റെ ജീവിതത്തിന് ഒരു തകർച്ചയുണ്ടാക്കുമെന്ന് നീ മനസ്സിലാക്കുക. ആയതിനാൽ ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവമേ അത്യാഗ്രഹം എന്നുള്ള സ്വഭാവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അത് അകറ്റുവാനായിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ എൻ്റെ ഈ ദുർസ്വഭാവത്തെ നീ അകറ്റണമേ കർത്താവേ, അങ്ങയുടെ പൈതലായി ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ, എന്നെ അങ്ങ് അവിടുന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് വഹിക്കണമേ കർത്താവേ എന്ന് ദൈവത്തോട് വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നാം ഈ അത്യാഗ്രഹം എന്നുള്ളതായ ഈ ദുർസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല പ്രിയമുള്ളവരെ. ആയതിനാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ ഈ അന്ത്യകാലഘട്ടങ്ങളിൽ നാം ജീവിക്കുന്നവരാണ്. നാം ദൈവം നമുക്ക് നൽകിയായ ആ നന്മകൾ അനുഭവിച്ചുകൊണ്ട് സംതൃപ്തിയുള്ളവരായി നമ്മൾക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയും നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്നവരായി ഒരു ദൈവ പൈതലായി ജീവിക്കുവാനായിട്ട് നാം എപ്പോഴും വർജിക്കേണ്ടതായ കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വയ ഇച്ഛകളെ എല്ലാം നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ട് നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഈ അത്യാഗ്രഹം ഇന്ന് ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കേരളക്കരയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലവിധമായ പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൽ പല കുടുംബങ്ങളിൽ ഇന്ന് പലരുടെയും വ്യക്തി ജീവിതങ്ങളെ അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നമുക്ക് ദൈവത്തോട് നമ്മൾ വിലപിക്കേണ്ടതെന്നാൽ, കർത്താവ് അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്നതായ ഞങ്ങൾക്ക് അങ്ങടെയായ ആ ദൈവിക സ്വഭാവ അടിയങ്ങളിൽ പകരണമേ കർത്താവേ, ഇപ്രകാരമായ ദുർസ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റണമേ എന്ന് നാം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കേണ്ടതായ ആ സത്യം എന്തെന്നാൽ, നമുക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തരായി ജീവിക്കുകയും നന്മയിൽ മാത്രം ചിന്തിക്കുകയും നന്മ മാത്രം ചെയ്യുകയും അത്യാഗ്രഹം എന്നുള്ള ദുർസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് നാം ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായി വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല ദൂത് അടിയങ്ങൾക്ക് ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അത്യാഗ്രഹം എന്നുള്ളതായ ദുർസ്വഭാവം അടിയങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് അങ്ങയ്ക്ക് പ്രിയമുള്ള ഒരു ദാസനായി ദാസിയായി ജീവിക്കുവാൻ നീ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സംതൃപ്തിയുള്ളവരായി അങ്ങയുടെ നന്മകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ നീ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അയച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആത്മീയമായ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ TV സ്ക്രീനിൽ കാണുന്നതായ അഡ്രസ്സിൽ നിങ്ങൾ ഞങ്ങളോട് ബന്ധപ്പെടുക. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടിയായ ആത്മീയ പുസ്തകങ്ങൾ ഞങ്ങൾ അയച്ചു തരികയും ചെയ്യുന്നതാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.